വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ജനകീയ തെരച്ചിൽ നിർത്തിവച്ചിരുന്നു. എന്നാൽ ഈ ജനകീയ തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 നിലവിൽ സോണുകൾ. നമ്മുടെ ഈ ദുരന്തം നാടിനെ ആകെ നടുക്കിയ ഈ ദുരന്തം, അതിൽ നിന്ന് അതിജീവന പ്രക്രിയ, അതിൽ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം കഴിഞ്ഞ ദിവസം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അത് വീണ്ടും ജനകീയ തിരച്ചിലായി തന്നെ പുനരാരംഭിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വലിയ പ്രതീക്ഷ രാജ്യത്തെ പ്രത്യേകിച്ച് വയനാട്ടിനെ സംബന്ധിച്ചുണ്ട്, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുനരധിവാസം അടക്കം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ വലിയ സഹായം അതിതീവ്ര ദുരന്തമായി കണക്കാക്കിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഒക്കെ തന്നെയാണ്. അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനും പൊതുവെ നാടിനുമൊക്കെ ആ നിലയ്ക്കുള്ള കേന്ദ്രത്തിൻ്റെ സഹായം, കരുതൽ, ചേർത്ത് പിടിക്കൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒരു വശത്തൊരു പ്രതീക്ഷയായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ 126ഓളം പേരെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മാത്രം ഇനിയും കണ്ടെത്താനുണ്ട്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും അതുപോലെ ഈ ദുരന്തം ഇങ്ങനെ ഇറങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഒരു നാടിനെ ഒന്നാകെ എടുത്തുകൊണ്ടാണ് ഈ ദുരന്തം പോയത്. അതിൽ ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 126ഓളം പേരെ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് ഈ ജനകീയ തിരച്ചിൽ. അതായത് ഈ ദുരിതബാധിതരായ ആളുകൾ തന്നെ ഒരർത്ഥത്തിൽ ദുരിതത്തെ മറികടന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അപകടമുണ്ടായതിനെ പറ്റിയും ഒപ്പം ആളുകൾ ഇനിയും കണ്ടെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ചുമൊക്കെ കുറേ കൂടി ഒരു ധാരണയും വ്യക്തതയും ഒക്കെയുണ്ട്. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുക, കാരണം അവരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് യഥാർത്ഥത്തിൽ കാണാതായത്. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുക എന്നതാണ് ഇന്നത്തെയും ഇനി അങ്ങോട്ടേക്കുമുള്ള തിരച്ചിൽ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തിരച്ചിലേക്ക് കടക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുന്നൊരു പോംവഴി. അതിലേക്ക് കടക്കുമ്പോൾ അതായത് ക്യാമ്പിലുള്ള സന്നദ്ധരായ ആളുകൾക്കെല്ലാം തിരച്ചിലിൻ്റെ ഭാഗമാകാം. സന്നദ്ധ പ്രവർത്തകരുണ്ടാകും. ഒപ്പം NDRF, അതുപോലെ SOG, പോലീസിൻ്റെ SOG, ഫയർഫോഴ്സ് അടക്കമുള്ള സേനാ വിഭാഗങ്ങളുണ്ട്. ആർമി നേരത്തെ തന്നെ തിരച്ചിൽ പൂർത്തിയാക്കിയതാണ്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരാണ്. വിവിധ സന്നദ്ധ പ്രവർത്തകർ നാളുകളായി ഈ മേഖലയിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്. അവരോടൊപ്പം വിവിധ സേനാ വിഭാഗങ്ങൾ, ഇവിടെ ഇപ്പോൾ ഉള്ള സേനാ വിഭാഗങ്ങൾ, ഒപ്പം അവരുടെ കൂട്ടത്തിലാണ് ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി 6 സോണുകളായി തിരിച്ച്, അതായത് ഈ ദുരന്തബാധിത മേഖല എന്ന് പറയുന്നത് തന്നെ വലിയ പ്രദേശമാണ്. അപ്പോൾ 6 സോണുകളിലായി തിരിച്ചത്. ഓരോ സോണുകളിലും സന്നദ്ധ പ്രവർത്തകർ, വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെട്ടവർ, ഒപ്പം ക്യാമ്പുകളിൽ നിന്ന് ഇവിടെ എത്തി ഇതിൻ്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്നിവരെയും കൂടി ചേർത്തായിരിക്കും ടീമുകൾ ഉണ്ടാക്കുക. 8 മണിയോടുകൂടി തന്നെ തിരച്ചിലിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇനിയിപ്പോൾ നമുക്കറിയാം, അതായത് ഒരുപാട് ആളുകൾ അവരുടെ ഉറ്റവരെയും തേടുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ശരീരഭാഗങ്ങളെങ്കിലും കണ്ടെത്തുക എന്നതാണ് ഇനിയിപ്പോൾ നമുക്കറിയാം. അതിൻ്റെ വസ്തുതയും യാഥാർത്ഥ്യവും അറിയാം. ആ വഴിക്കെങ്കിലും മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ സാധ്യമായൊരു വഴി. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെയും കഴിയാം വിധം തിരച്ചിൽ നടത്തുക, കണ്ടെടുക്കാൻ കഴിയുന്നവരെ കണ്ടെടുക്കുക എന്ന ഒരു നിലപാടാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തിനും സേവനത്തിനും യാതൊരു കുറവുമില്ല. ഒപ്പം ആദ്യം ഈ 8 മണിയോടുകൂടി തന്നെയെങ്കിലും 9 മണിയോടെയെങ്കിലും രജിസ്ട്രേഷൻ്റെ ഭാഗമാവുക മുഴുവൻ ആളുകളും തിരച്ചിലിൻ്റെ ഭാഗമായി എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നതാണ്. അങ്ങനെ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അത് തിരച്ചിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ അപകടങ്ങളൊക്കെ സൃഷ്ടിച്ച് വിളിച്ചു വരുത്തും എന്നൊരു ആശങ്കയും പ്രതിസന്ധിയും ഉണ്ട്. അതുകൊണ്ട് 9 മണിക്ക് ശേഷം ഈ ടീമിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമായി എടുത്തിട്ടുള്ളത്. 8 മണിയോടുകൂടി തന്നെ കാര്യങ്ങൾ ആരംഭിക്കും. അതിന് ഉൾപ്പെടെ മറ്റ് ഇതര സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ നിലവിൽ ബാധിത മേഖല, അതായത് ബെയിലി പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തും. അവിടെ നിന്നായിരിക്കും തിരച്ചിലിലേക്ക് കടക്കുക. 126ഓളം പേർ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മാത്രം, അതിൽ കൂടുതലുണ്ട് എന്നാണ് പലരും പറയുന്നത്. 126ഓളം പേർ ഇനിയും കാണാമറയത്താണ്. അതുകൊണ്ട് തിരച്ചിൽ അങ്ങനെ ഇനിയും തുടരേണ്ടത് വളരെ അനിവാര്യതയാണ്. ഇപ്പോൾ ജനകീയ തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുന്നു. ക്രിസ്റ്റീന. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്.